ഹായ് ഫ്രണ്ട്സ്, ഗേൾസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. തലേ ദിവസമേ നല്ല മഴയായിരുന്നേ, അപ്പോൾ രാത്രി മൊത്തവും കറണ്ടില്ലായിരുന്നു. സാധാരണ ഇതുപോലെ എക്സാം ദിവസം എനിക്ക് രാത്രി ഉറക്കമേ വരാറില്ല. ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കുന്നോളം നോട്ട്സും വീഡിയോസും എല്ലാം മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എൻ്റെ കഷ്ടകാലത്തിന് കറണ്ടും ഇല്ലായിരുന്നു, ഒരൊറ്റ നോട്ട്സും വീഡിയോസും കാണാനും പറ്റിയില്ല. നോട്ട്സ് സേവ് ചെയ്തിട്ടിരുന്ന മൊബൈൽ തന്നെ ആദ്യം സ്വിച്ച് ഓഫായി. അതോടെ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി. പിന്നെ കിടന്നിട്ട് ഉറക്കവും വന്നില്ല. പിന്നെ എന്തായാലും വിളക്ക് കത്തിച്ച് വെച്ചിരുന്നെങ്കിലും റാങ്ക് ഫയലെങ്കിലും പഠിക്കാമെന്ന് പറഞ്ഞിട്ട് രാവിലെ 3 മണിക്ക് എണീറ്റിരുന്ന് പഠിക്കുന്നതാണേ. സാധാരണ ഞാൻ ഈയിടയ്ക്ക് നടന്ന ഡിഗ്രി പ്രിലിംസ് എല്ലാം ക്രാക്ക് ചെയ്തതാണ്. പക്ഷേ ഇത്തവണത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പ്രിലിംസ് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എല്ലാം വലിയ കഷ്ടകാലമായിരുന്നു. മുമ്പേ സ്റ്റഡി പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയതാണ്. പക്ഷേ എനിക്ക് ലാസ്റ്റ് മന്ത് ആയപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ നിന്ന് റിവിഷൻ എല്ലാം പോയി കിട്ടി. കാരണം വീട്ടിലെ സാഹചര്യം എനിക്ക് ഒത്തു വന്നില്ല. ഇവിടെ അമ്മയ്ക്ക് ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി എൻ്റെ മൈൻഡിൽ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ റിവിഷൻ ചെയ്യാനോ ഒരു സമയവും എനിക്ക് തികഞ്ഞില്ല. പിന്നെ കാണുന്ന വീഡിയോ എല്ലാം വാച്ച് ലേറ്റർ എന്ന് പറഞ്ഞ് കൊടുത്ത് കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം പരീക്ഷയുടെ തലേന്നും അതിൻ്റെ തലേന്നും ഒക്കെ ഇരുന്ന് കാണാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ അതും കാണാൻ പറ്റിയില്ല. അങ്ങനെ എന്തോ ഒരു കഷ്ടകാലമായിരുന്നു എനിക്ക് ഇത്തവണത്തെ എക്സാം. പിന്നെ ആകെ കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നത് ഇംഗ്ലീഷും മാത്സും മലയാളവും എന്തൊക്കെയോ കുറച്ച് മുൻപേ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ. ഇന്നത്തെ മാത്സിനെ സംബന്ധിച്ച് ഞാൻ ട്രിക് ടേണിൽ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് നമ്മുടെ ജെറിൻ സാറ് കുറേ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലെയാണ് തോന്നിയത്. അപ്പോൾ വലിയ ഹൈ ലെവൽ മാത്സ് ഒന്നും അല്ല ചോദിച്ചത്. എനിക്ക് പിന്നെ മാത്സിൻ്റെ ഒന്നും അറിയത്തില്ല. പിന്നെ അതുകൊണ്ട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോയപ്പോൾ ബേസ് ലെവൽ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അപ്പോഴേ പകുതി കിളി പോയി. മലയാളം എന്തൊക്കെയോ അറിയാമെന്നാണ് ഇത്രയും ദിവസം വിചാരിച്ചുകൊണ്ടിരുന്നത്. മലയാളത്തിലെ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴും എനിക്കൊന്നും അറിയാത്തതുപോലെ ആയിരുന്നത്. ഇനി ടെൻഷൻ കൊണ്ട് എൻ്റെ മൈൻഡ് ബ്ലാങ്ക് ആയതാണോ എന്നും അറിയത്തില്ല, മലയാളം ഒന്നും അറിയത്തില്ല. പിന്നെ സാധാരണ ഇംഗ്ലീഷ് ചെയ്യുമ്പോഴെങ്കിലും പകുതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ഇന്ന് ഞാൻ എന്താ ചെയ്തു വെച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ ആൻസർ കീ നോക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടിട്ടില്ല കേട്ടോ. അതിനുള്ള ഒരു കോൺഫിഡൻസ് പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല എനിക്ക്. ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ മൊത്തവും വായിച്ചു തീർക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒരു വട്ടം പോലും ഫുള്ളും വായിച്ചു തീർക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. വായിക്കാത്ത ക്വസ്റ്റ്യൻസും ഒരുപാടുണ്ട്. എത്ര എണ്ണം അറ്റൻഡ് ചെയ്തു എന്ന് എണ്ണി നോക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും വലിയ വലിയ എസ്സേ കണക്കിനാണ് എഴുതി വച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇത്രയും വലിയ പാട് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തെന്നോ അതിൻ്റെ ആൻസർ കീ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂഡ് പോലും എനിക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡിഗ്രി പ്രിലിംസ് എക്സാം കണ്ടതോടെ പി എസ് സി ഇനി പഠിക്കണോ വേണ്ടയോ എന്നിവിടെ ആലോചിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പി എസ് സി ചോദിക്കാൻ തുടങ്ങിയാൽ നമ്മൾ പഠിക്കുന്നത് ഒട്ടും ശരിയായ റൂട്ടിലാണെന്നേ തോന്നുന്നില്ല. ഹൈ ലെവലായിട്ട് തന്നെ പഠിക്കേണ്ടി വരണം എന്നാണ് തോന്നുന്നത്. IAS പഠിച്ചാലേ പി എസ് സി എങ്കിലും കിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. ചുരുക്കം പറഞ്ഞാൽ എനിക്ക് ഇന്നത്തെ എക്സാം വളരെ വളരെ പാടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.